കൃഷിക്കാർ നടത്തിയത്. കൃഷിക്കാർ അവിടെ തമ്പടിച്ച് ഭക്ഷണം വെച്ച് ഭാര്യയും മക്കളും കുട്ടികളുമൊക്കെ കേരളത്തിൽ 1000-ലധികം ആളുകൾ പോയി. 740 ആളുകൾ ആ സമരത്തിന്റെ ഭാഗമായി മരിച്ചു. 5 പേരെ ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ മകനാണ് കാറിലേക്ക് പോകുന്നത്. മോദി അഹങ്കാരം കൊണ്ട സമരം ദേശത്തിന്റെ സമരമാണ്, കൃഷിക്കാരുടെ സമരം എന്ന് ആക്ഷേപിച്ചു. ഏത് സമരം വന്നാലും രാജ്യദ്രോഹികളുടെ സമരം, തീവ്രവാദികളുടെ സമരം, രാജ്യത്തെ വിഘടനവാദികളുടെ സമരം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ മോദി ഒരു ഗ്യാരണ്ടിയും നൽകിയില്ല. 2 ടൈം ഭരണം ലഭിച്ചിട്ടും ഒരു ഗ്യാരണ്ടിയും നൽകാത്തയാളാണ് മോദിയെന്ന് AC മൊയ്തീൻ MLA. രാജ്യത്തെ കർഷകർക്ക് പ്രത്യേകിച്ച് ഒരു ഗ്യാരണ്ടിയും ലഭിച്ചില്ല. കർഷക സമരത്തെ ദേശവിരുദ്ധരുടെ സമരമായാണ് മോദി ചിത്രീകരിച്ചത്. രാജ്യത്തെ നോട്ട് നിരോധനം കൊണ്ടുള്ള പ്രശ്നം 50 ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് മോദി പറഞ്ഞിട്ട് ഇതുവരെയും ശരിയായിട്ടില്ലെന്നും AC മൊയ്തീൻ പറഞ്ഞു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പഴയന്നൂർ പഞ്ചായത്ത് LDF കൺവെൻഷൻ ഉദ്ഘാടന പ്രസംഗത്തിലാണ് AC മൊയ്തീൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. CPI ലോക്കൽ സെക്രട്ടറി KS സുകുമാരൻ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു, CPI ജില്ലാ കൗൺസിൽ അംഗം അരുൺ കാളിയത്ത്, കേരള കോൺഗ്രസ് മാണി ജില്ലാ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി V സുമേഷ്, CPIM ചേലക്കര ഏരിയ സെക്രട്ടറി K നന്ദകുമാർ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദീപ S നായർ, KM അസീസ് എന്നിവർ പങ്കെടുത്തു.